ആന്ദ്രെ ഓവൽഡോൾ സംവിധാനം ചെയ്ത 2016 പുറത്തിറങ്ങിയ ഒരു സൈക്കോളജിക്കൽ ഹൊറർ മൂവിയാണ് ദ ഓട്ടോപ്സി ഓഫ് ജയന്റ്. ആദ്യം കാണുന്ന സമയത്ത് ഇതൊരു ടിപ്പിക്കൽ ഹൊറർ സ്റ്റോറി ആയിട്ട് തോന്നുമെങ്കിലും ഇതിന്റെ ഹിസ്റ്ററി നോക്കുമ്പോൾ ഒരുപാട് ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് ഈ ഒരു സിനിമയിലൂടെ പറഞ്ഞു തരുന്നത്. സിനിമയുടെ തുടക്കത്തിൽ ഷെരീഫ് ഷെൽട്ടറിനെ കാണിക്കുന്നു. അദ്ദേഹം ഒരു കൊലപാതക കേസ് അന്വേഷിക്കാൻ എത്തിയിരിക്കുകയാണ്. ഒരു വീട്ടിൽ 4 വ്യക്തികൾ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടിരിക്കുന്നു. ഒരുപാട് സ്ട്രഗിൾസ് എല്ലാം ആ വീട്ടിൽ സംഭവിച്ചതായി ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. പക്ഷേ ആ വീട്ടിൽ ചെക്ക് ചെയ്യുമ്പോൾ ഈ 4 പേരുടേതല്ലാതെ മറ്റൊരാളുടെയും ഫിംഗർ പ്രിന്റോ ഡീറ്റെയിൽസോ ഒന്നും തന്നെ കിട്ടിയിരുന്നില്ല. അവിടുത്തെ സാഹചര്യം കാണുന്ന പോലീസ് മനസ്സിലാക്കുന്നത് അവിടുത്തെ എല്ലാവരും തന്നെ ഈ ഒരു വീട്ടിൽ നിന്നും രക്ഷപ്പെടാനാണ് ട്രൈ ചെയ്തത്. അവരാരൊക്കെയോ ഭയന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെ ഇവർ ആരാണ് കൊന്നതെന്ന് പരിശോധിക്കുന്ന സമയത്ത് ആ വീടിന്റെ ബേസ്മെന്റിലായി പാതി മറവ് ചെയ്ത നിലയിൽ മറ്റൊരു മൃതദേഹം കൂടി കണ്ടെത്തുന്നു. മറ്റു 4 മൃതദേഹത്തിലും ഒരുപാട് മുറിവുകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഈ ഒരു മൃതദേഹത്തിൽ ഒരു മുറിവ് പോലും ഉണ്ടായിരുന്നില്ല. കൂടാതെ ഈ ഒരു ബോഡിയും ഈ ഒരു കുടുംബവുമായി യാതൊരു ബന്ധവുമില്ല. ഈ ഒരു കൊലപാതകത്തിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കാൻ വേണ്ടി ആ ഒരു സ്ത്രീയുടെ മൃതദേഹം ഇപ്പോൾ പോസ്റ്റ്മോർട്ടത്തിന് അയക്കുന്നു. പോസ്റ്റ്മോർട്ടത്തിന് അയക്കുന്നത് 3 തലമുറയായി ഈ ഒരു ഓട്ടോപ്സി എന്ന ഫീൽഡിൽ നിൽക്കുന്ന ടോമി എന്ന വ്യക്തിയുടെ ലാബിലേക്കാണ്. ടോമിയുടെ അച്ഛനും ഓട്ടോപ്സി ഫീൽഡിലായിരുന്നു. ഇപ്പോൾ ടോമിയുടെ മകനായ ഹോസ്റ്റിനും ഈ ഒരു ഫീൽഡിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഹോസ്റ്റിൻ അവന്റെ ഗേൾ ഫ്രണ്ടിനൊപ്പം പുറത്തു പോകാൻ പുറപ്പെടുന്നു. ആ സമയമാണ് ഷെരീഫ് ആ ബോഡിയുമായി അങ്ങോട്ട് വരുന്നത്. എന്നിട്ട് ഷെരീഫ് നാളെ തന്നെ ഈ ഒരു ബോഡിയുടെ കോഴ്സ് ഓഫ് ഡെത്ത് കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞ് ടോമിയുടെ അടുത്തേക്ക് കൊണ്ടുപോകുന്നു. ഹോസ്റ്റിൻ പോകുന്നത് ക്യാൻസൽ ചെയ്ത് അച്ഛന്റെ അടുത്തേക്ക് ചെന്ന് ആ ഒരു ഓട്ടോപ്സി ചെയ്യാൻ വേണ്ടി പോകുന്നു. ഇപ്പോൾ രണ്ടുപേരും ഓട്ടോപ്സി ചെയ്യാൻ ആരംഭിച്ചിരിക്കുകയാണ്. പ്രിലിമിനൽ സ്റ്റേജിൽ അവളുടെ ഔട്ടർ ബോഡി മൊത്തം സൂക്ഷ്മമായി പരിശോധിക്കുന്നു. അവളുടെ കണ്ണുകളെല്ലാം ക്ലൗഡി ആയിരിക്കുന്നു. ഒരാൾ മരിച്ച് ഒരുപാട് നാളുകൾ കഴിഞ്ഞാൽ മാത്രമാണ് ഒരാളുടെ കണ്ണ് ഇങ്ങനെ ക്ലൗഡിയായി മാറുന്നത്. പക്ഷെ അവൾ മരിച്ചിട്ട് ഒരു ദിവസം മാത്രമേ ആയിട്ടുള്ളൂ. പക്ഷെ അപ്പോഴേക്കും അവളുടെ കണ്ണുകൾ ഇങ്ങനെ ക്ലൗഡിയായി മാറിയിരിക്കുന്നു. ഇതിനു പുറമെ മരിച്ചുപോയ ആളുടെ ശരീരത്തെ സംബന്ധിച്ച് കോൾഡായും സ്റ്റീഫായിട്ടും ഉണ്ടാകും. എന്നാൽ ഈ ഒരു പെൺകുട്ടിയുടെ ശരീരമാണെങ്കിൽ ഒരു ജീവനുള്ള ശരീരം എങ്ങനെയായിരിക്കുമോ അങ്ങനെയായിരുന്നു. അവളുടെ ശരീരത്തിന്റെ ഇടുപ്പിന്റെ ഭാഗമാകട്ടെ ടോട്ടൽ ബോഡി കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വളരെ മേലിഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. ഈ ഒരു കാര്യം ഹോസ്റ്റിൻ ശ്രദ്ധിക്കുന്നു. ഒരുപാട് കാലം കോസറ്റ് അണിഞ്ഞവരെ സംബന്ധിച്ചാണ് ഇടുപ്പിന്റെ ഭാഗം ഇത്രയധികം മെലിഞ്ഞു പോകുന്നത്. പക്ഷെ ഇപ്പോൾ ആരും തന്നെ ഈ ഒരു കോസറ്റ് ധരിക്കുന്നില്ല. ഇതെല്ലാം വർഷങ്ങൾക്ക് മുമ്പ് ഉപയോഗിച്ചിരുന്ന ഒരു ഡ്രസ്സിംഗ് സ്റ്റൈലായിരുന്നു. അതിനുശേഷം അവളുടെ കൈയിലെയും കാലിലെയും നഖത്തിലുണ്ടായിരുന്ന മണ്ണെല്ലാം പരിശോധിച്ചു നോക്കുമ്പോൾ അത് ആ മരിച്ച വീട്ടിലെ മണ്ണുമായി യാതൊരു തരത്തിലും കമ്പയർ ആവുന്നുണ്ടായിരുന്നില്ല. അതൊരു നോർത്ത് ഈസ്റ്റ് ഭാഗത്തുണ്ടായിരുന്ന മണ്ണാണെന്ന് അവർ കണ്ടെത്തുന്നു. അതിനുശേഷം അവളുടെ കാലിലെ എല്ല് ഒടിഞ്ഞതായി അവർ കണ്ടെത്തുന്നു. പുറമെ ഒരു പോറൽ പോലും ഇല്ലാതെ ഉള്ളിലെ എല്ല് എങ്ങനെ ഒടിഞ്ഞു എന്ന് അവർ ചിന്തിക്കുന്നു. അതിനുശേഷം അവളുടെ വാ തുറന്നു നോക്കുമ്പോൾ അവളുടെ നാവ് മുറിഞ്ഞിരിക്കുന്നതായി അവർ കാണുന്നു. ഇതെല്ലാം കണ്ട ടോമി ഇതൊരു ഹ്യൂമൻ ട്രാഫിക് കേസ് ആണെന്ന് സംശയം പ്രകടിപ്പിക്കുന്നു. ഇങ്ങനത്തെ ഹ്യൂമൻ ട്രാഫിക്കിംഗ് ചെയ്യുന്നവരാണ് അവരുടെ വിക്ടിമിനെ തട്ടിക്കൊണ്ടുപോയി ഇങ്ങനെ കാലെല്ലാം കെട്ടിവെക്കുന്നത്. ആ ഒരു കെട്ടിന്റെ ആഴം കൊണ്ടാവും അവളുടെ എല്ലുകൾ ഒടിഞ്ഞിരിക്കുന്നത്. ഇതിനു പുറമെ അവർ ശബ്ദമുണ്ടാക്കാതിരിക്കാനാവും അവരുടെ നാവെല്ലാം മുറിച്ചു കളയുന്നത്. ഇങ്ങനെ ഒരുപാട് സംശയങ്ങൾ നിലനിർത്തിക്കൊണ്ട് ആദ്യത്തെ സ്റ്റേജ് ഓട്ടോപ്സി കംപ്ലീറ്റ് ചെയ്യുന്നു. അതിനുശേഷം അവളുടെ ബോഡിയിലുള്ള ഇന്നർ ഓർഗൻസ് എല്ലാം ചെക്ക് ചെയ്യാൻ തീരുമാനിക്കുന്നു. ടോമി സർജിക്കൽ നൈഫ് എടുക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന റേഡിയോ തന്നെ ഓണായി ഒരു പെൺകുട്ടി വല്ലാതെ കരയുന്ന സൗണ്ട് കേൾക്കുന്നു. അത് കഴിഞ്ഞ് വളരെ വിയേർഡ് ആയിട്ടുള്ള ഒരു സോങ് പ്ലേ ആവുന്നു. അതിനെ ഇഗ്നോർ ചെയ്ത് അവർ ഓട്ടോപ്സി കണ്ടിന്യൂ ചെയ്തു. അവളുടെ ദേഹത്തെ നൈഫ് വെച്ച് മുറിച്ചതും ഒരുപാട് ബ്ലഡ് പുറത്തേക്ക് വരാൻ തുടങ്ങി. ഒരിക്കലും മരണമടഞ്ഞ ബോഡിയിൽ നിന്നും ഇത്രയധികം ബ്ലഡ് ലീക്ക് ആവുകയില്ല. എന്നാൽ ഇവിടെ ഒരു ജീവനുള്ള ബോഡിയിൽ നിന്നും എങ്ങനെയാണോ രക്തം വരുന്നത് അതുപോലെ ആയിരുന്നു വന്നുകൊണ്ടിരുന്നത്. ആ സമയം ഹോസ്റ്റിൻ അവളുടെ രക്തമെടുത്ത് ഒരു കണ്ടെയ്നറിൽ കൊണ്ടുവയ്ക്കുന്നു. എന്നാൽ ആ ഒരു ടേബിൾ ഉണ്ടായിരുന്ന അവളുടെ ബ്ലഡ് ആണെങ്കിൽ ലീക്ക് ആവാൻ തുടങ്ങി. അത് കഴിഞ്ഞ് അവർ രണ്ടുപേരും അവളുടെ ശരീരം മുറിച്ചു നോക്കുന്നു. അവളുടെ ലെങ്സ് നോക്കുമ്പോൾ അത് വല്ലാതെ കരിഞ്ഞിരിക്കുന്നതായി കാണുന്നു. മാത്രമല്ല അവളുടെ ബാക്കി വരുന്ന ഓർഗൻസ് എല്ലാം നോക്കുമ്പോൾ അതെല്ലാം കത്തിക്കൊണ്ട് കുത്തിമുറിവിൽ വെച്ച പോലെ കാണാൻ സാധിക്കുകയാണ്. എന്നാൽ പുറമെ ഒരു മുറിവ് പോലും ഇല്ലാതെ ഉള്ളിൽ എങ്ങനെ ഇത്രയധികം മുറിവുകൾ ഉണ്ടാക്കാൻ സാധിക്കുന്നു എന്ന് അവർക്ക് മനസ്സിലാകുന്നില്ല. ആ സമയം ഹോസ്റ്റിൻ അവന്റെ ക്യാമറ ഉപയോഗിച്ച് ഇതെല്ലാം തന്നെ ഫോട്ടോ എടുത്ത് വെക്കുന്നു. അത് കഴിഞ്ഞ് ഈ ഒരു ഡീറ്റെയിൽസ് എല്ലാം ആ ഒരു ബോർഡിലും എഴുതി വെക്കുന്നു. ഇവരിതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം അപ്പുറത്തെ റൂമിൽ നിന്നും എന്തൊക്കെയോ ശബ്ദം കേൾക്കുന്നുണ്ട്. അത് കേട്ട് ഹോസ്റ്റിൻ അതെന്താണെന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നു. ഈ സമയം ടോമി ജെയിന്റോന്റെ ശരീരം പരിശോധിക്കുന്ന സമയം അവളുടെ എല്ല് കൊണ്ട് ടോമിയുടെ കൈ മുറിയുന്നുണ്ട്. ശേഷം ഹോസ്റ്റിൻ തിരിച്ചു വന്നത് അവിടെ തന്നെ അവർ വളർത്തുന്ന പൂച്ചയും കൊണ്ടായിരുന്നു. ഇനി എന്തായാലും ഈ ഒരു പൂച്ച ജീവിക്കില്ല എന്ന് മനസ്സിലാക്കി ടോമി ആ പൂച്ചയെ കൊന്നുകളയുകയാണ്. ശേഷം അവർ ആ ഓട്ടോപ്സി കണ്ടിന്യൂ ചെയ്യുന്നു. അവളുടെ ശരീരം നോക്കുന്ന സമയം അവളുടെ കുടലിൽ നിന്നും 2
രണ്ട് സാധനങ്ങൾ കിട്ടുന്നു. അതിൽ ആദ്യത്തേത് ഒരു പൂവാണ്. അത് വെറും ഒരു പൂവല്ല എന്ന് അവർ കണ്ടെത്തുന്നു. ജിംസൺ വീഡ് എന്ന് പറയുന്ന ഒരു പാരലൈസിംഗ് ഏജന്റ് ആയിട്ടുള്ള ഒരു പൂവാണത്. മനുഷ്യന്റെ ശരീരത്തെ ഒട്ടാകെ പാരലൈസ് ചെയ്യാൻ മാത്രം പ്രാപ്തിയുള്ള നോർത്തിൽ മാത്രം കണ്ടുവരുന്ന ഒരു തരം പ്രത്യേക തരം പൂവാണ് ജിംസൺ വീഡ്. അത് കഴിഞ്ഞ് രണ്ടാമതായി കിട്ടിയത് ഒരു തരം ക്ലോത്ത് കൊണ്ടുണ്ടാക്കിയ ഒരു കിഴിയായിരുന്നു. അതിനുള്ളിൽ ഒരു പല്ലുണ്ടായിരുന്നു. അപ്പോഴാണ് ഇവർ ജെയിൻഡോന്റെ വാ തുറന്നു നോക്കുന്നത്. അതിനകത്ത് ഒരു പല്ല് മിസ്സിംഗ് ആണ്. അപ്പോഴാണ് അവർ മനസ്സിലാക്കുന്നത് അവൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവളുടെ പല്ല് പറിച്ച് ആ ഒരു പല്ല് ഒരു കിഴിയിലാക്കി അവളോട് വിഴുങ്ങാൻ പറഞ്ഞിരിക്കുന്നു. പിന്നീട് ആ ക്ലോത്ത് നോക്കുന്ന സമയത്ത് അതിൽ ഒരുപാട് സിമ്പിൾസും റോമൻ നമ്പേഴ്സും എല്ലാം കാണുന്നു. ഇതെല്ലാം കൂട്ടി വായിക്കുന്ന ഹോസ്റ്റൻ ആണെങ്കിൽ ഒരു പ്രെഡിക്റ്റബിൾ സ്റ്റോറി തന്നെ സമപ്പ് ചെയ്യുന്നു. ആദ്യം ഇവളെ പിടിച്ച് കൈയും കാലും എല്ലാം കെട്ടിയിടുന്നു. ശേഷം അവളെ ജിംസൺ വീഡ് എന്ന് പറയുന്ന ആ ഒരു ഫ്ലവർ കഴിപ്പിക്കുന്നു. ശേഷം അവളുടെ വായിലുള്ള ഒരു പല്ല് പറിച്ച് അതൊരു കിഴിയിൽ കെട്ടി അവളെ കൊണ്ട് വിഴുങ്ങിപ്പിക്കുന്നു. അതിനുശേഷം അവളുടെ നാക്ക് മുറിച്ച് അവളെ കൊല്ലുന്നു. അങ്ങനെ ഹോസ്റ്റൻ ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയം ന്യൂസിൽ ഇന്ന് ഉച്ച തിരിഞ്ഞ് വലിയ കാറ്റും മഴയ്ക്കും സാധ്യത ഉണ്ടെന്ന് പറയുന്നു. ഇത് കേട്ട് ഹോസ്റ്റൻ ഇനി നാളെ നോക്കാമെന്ന് പറയുന്നു. എന്നാൽ ടോമി ആണെങ്കിൽ ഇന്ന് തന്നെ ഇത് കംപ്ലീറ്റ് ചെയ്യണമെന്ന് പറയുന്നു. അങ്ങനെ അവർ ജെയിൻഡോന്റെ സ്കിന്നിന്റെ ഔട്ടർ ലൈൻ നോക്കുമ്പോൾ അവർ ഞെട്ടിത്തരിച്ചു പോവാണ്. കാരണം അവളുടെ ആ സ്കിന്നിലും ആ ക്ലോത്തിലുള്ളത് പോലെ തന്നെ ഒരുപാട് സിമ്പിൾസും റോമൻ നമ്പേഴ്സും എല്ലാം കാണുന്നു. ഇങ്ങനെ ഒരിക്കലും ആരെ കൊണ്ട് ഒരാളുടെ ശരീരത്തിന്റെ സ്കിന്നിന്റെ അടിയിൽ ഇങ്ങനെയൊന്നും ചെയ്യാൻ സാധിക്കില്ല. ഇവളെ ചുറ്റിപ്പറ്റി നടക്കുന്നതെല്ലാം വളരെ നിഗൂഢതകൾ നിറഞ്ഞതാണെന്ന് അവർ മനസ്സിലാക്കുന്നു. ഇതെല്ലാം അവർ മനസ്സിലാക്കുന്ന സമയത്ത് അവരുടെ ക്യാബിനിലെ ലൈറ്റ് മൊത്തം പൊട്ടിത്തെറിച്ച് അവർ ഇരുട്ടിലാകുന്നു. കൂടാതെ പുറത്ത് ശക്തമായ കാറ്റും മഴയും കാരണം അവർക്ക് പുറത്തു പോകാൻ കഴിയുന്ന ഡോറിന്റെ മുന്നിലായി ഒരു മരം വീണ് കിടക്കുകയാണ്. അത് കാരണം അവർക്ക് ആ ഡോർ തുറക്കാൻ പറ്റാതെ വരുന്നു. കൂടാതെ അവർ പോസ്റ്റ്മോർട്ടം ചെയ്ത മറ്റു മൃതദേഹങ്ങളെല്ലാം ഇപ്പോൾ ജീവനോടെ നടക്കാൻ തുടങ്ങിയെന്ന് അവർ രണ്ടുപേരും തിരിച്ചറിയുന്നു. ഇതെല്ലാം സംഭവിക്കുന്നത് ജെയിനോയുടെ ശരീരം മുറിച്ചതിന് ശേഷമാണെന്ന് അവർ മനസ്സിലാക്കുകയാണ്. ജെയിനോയുടെ ശരീരം കത്തിച്ചു കളഞ്ഞാൽ ഈ ഒരു പ്രശ്നം അവസാനിക്കുമെന്ന് വിചാരിച്ച് അവർ അവളെ കത്തിക്കാൻ തുടങ്ങുന്നു. പക്ഷെ ആ തീ കൊണ്ടുപോലും അവളുടെ ദേഹത്ത് ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. ജെയിനോയ്ക്കാണെങ്കിൽ ഇവരെ രണ്ടുപേരെയും കൊല്ലാൻ സാധിക്കും. എന്നാൽ അവൾ ഇവരെ കൊല്ലുന്നില്ല. ഇവരാണെങ്കിൽ ഇവിടുന്ന് പോകാനും അനുവദിക്കുന്നില്ല. അപ്പോൾ ഈ ഒരു ഓട്ടോപ്സി കണ്ടിന്യൂ ചെയ്യാനാണ് അവളുടെ ആത്മാവ് ആഗ്രഹിക്കുന്നതെന്ന് അവർ മനസ്സിലാക്കുന്നു. അതിനുശേഷം ആ ഒരു പ്രൊസീജിയർ റീകണ്ടിന്യൂ ചെയ്യുന്നു. ശേഷം അവളുടെ ബ്രെയിൻ എടുത്ത് അതിലെ സെൽസ് മൈക്രോസ്കോപ്പിൽ ചെക്ക് ചെയ്യുന്ന സമയത്താണ് അവർ വീണ്ടും സ്തംഭിച്ചു പോകുന്നത്. ആ ബ്രെയിൻ ടിഷ്യൂസിൽ ഇപ്പോഴും സെൽസുകൾ ജീവനോടെ തന്നെയുണ്ട്. അതായത് അവൾക്ക് ഇപ്പോഴും ജീവനുണ്ടെന്ന് അവർ മനസ്സിലാക്കുന്നു. ശേഷം ഹോസ്റ്റൻ ആ ഒരു തുണിയിൽ എന്താണെന്ന് മനസ്സിലാക്കിയെടുക്കാൻ ട്രൈ ചെയ്യുന്നു. അതിനെ തുടർന്ന് ഒരു വേഡ് കിട്ടുന്നു. അതിന്റെ കൂടെ 1603 എന്നും ഉണ്ടായിരുന്നു. ആ വേഡ് തപ്പി നോക്കിയപ്പോൾ അത് പഴയ കാലത്തുണ്ടായിരുന്ന ഒരു ബൈബിൾ ടൈപ്പ് ബുക്കായിരുന്നു. ആ ബുക്കിലുണ്ടായിരുന്ന വാചകം വായിക്കുമ്പോൾ അത് പരാമർശിക്കുന്നത് ഒരു വിച്ചിനെ കുറിച്ചായിരുന്നു. അതും കൂടെ കണ്ടതോടെ അവർക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇതെല്ലാം മനസ്സിലാക്കിയ ടോമി ആണെങ്കിൽ ഗസ് ആയിട്ട് ഒരു കാര്യം പറയുന്നു. അതായത് ഈ ഒരു ജെയിൻഡോ ശരിക്കും ഒരു വിച്ചാണ്. അവൾ 17ാം നൂറ്റാണ്ടിൽ ജീവിച്ച ഒരു വിച്ചായിരുന്നു എന്ന് പറയുന്നു. ഈ സമയം അവരുടെ ക്യാബിനിലേക്ക് ആരോ വരുന്നതായി അവർക്ക് ഫീൽ ചെയ്യുന്നു. അതാരായാലും അത് കടന്നു വരാതിരിക്കാൻ ഹോസ്റ്റൻ തടയുന്നു. ആ സമയം ടോമിയെ ജെയിൻഡോ കൊല്ലാൻ ശ്രമിക്കുന്നു. അവളുടെ ശരീരം എങ്ങനെയാണ് ഒടിഞ്ഞത് അതുപോലെ തന്നെ ടോമിയുടെ ശരീരവും അവൾ ഒടിച്ചു കളയുന്നു. മരണവേദന താങ്ങാനാവാതെ ടോമി ഹോസ്റ്റനോട് തന്നെ കൊന്നു കളയാൻ ആവശ്യപ്പെടുകയാണ്. ഹോസ്റ്റൻ അച്ഛന്റെ വേദന കണ്ടു നിൽക്കാനാവാതെ കത്തിക്കൊണ്ട് നെഞ്ചിൽ കുത്തി അച്ഛനെ കൊല്ലുന്നു. ആ സമയം താഴെ ഷെരീഫ് ഷെൽട്ടറിന്റെ ശബ്ദം കേട്ട് ഹോസ്റ്റൻ ചെന്ന് നോക്കുമ്പോൾ അവിടെ ആരെയും കാണുന്നില്ല. അത് ശരിക്കും ഷെരീഫ് ഷെൽട്ടർ ആയിരുന്നില്ല, ജെയിൻഡോ തന്നെയായിരുന്നു. പെട്ടെന്ന് ജെയിൻഡോ ടോമിയുടെ ശരീരത്തിൽ കയറി ഹോസ്റ്റനെ താഴേക്ക് തള്ളിയിട്ട് കൊല്ലുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും മരിച്ചു പോകുന്നു. പിറ്റേ ദിവസമാകുമ്പോൾ ഷെരീഫ് ഷെൽട്ടർ എത്തുന്നു. അവരുടെ ഓട്ടോപ്സി ക്യാബിൽ രണ്ടുപേരും മരിച്ചു കിടക്കുന്നത് ഷെരീഫ് കാണുന്നു. ആ സ്ഥലമെല്ലാം കണ്ട ഷെരീഫ് ഷെൽട്ടറിന് മനസ്സിലാവുകയാണ് അവർ രണ്ടുപേരും ഇവിടെ നിന്നും രക്ഷപ്പെടാനാണ് ട്രൈ ചെയ്തിരുന്നത്. ഇതേ സമയം ജെയിൻഡോയുടെ ശരീരം നോക്കുമ്പോൾ ഒരു കീറൽ പോലും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ജെയിൻഡോയുടെ ശരീരം ഷെൽട്ടർ മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയാണ്. അവിടെ വെച്ച് ഈ ഒരു സിനിമ അവസാനിക്കുന്നു.